വിശ്വാസം അത് പ്രവൃത്തിയില്ലാതിരുന്നാൽ ആത്മാവില്ലാത്ത ശരീരം പോലെയാണെന്ന്, ഡെഡ് ബോഡി പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെന്താ, അത് കുഴിച്ചിടാനേ കൊള്ളത്തുള്ളത്, അല്ലാതെ അത് പുറത്ത് കിടന്ന് നാറത്തേ ഉള്ളൂ. അതേത് രാജാവിൻ്റെ ഡെഡ് ബോഡി ആയാലും. പക്ഷെ വിശ്വാസം പ്രവൃത്തികൾ ഉള്ളതായാലോ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ, ഇത്തിരി ചോര പൊടിയുന്ന അനുഭവം, വേദനിക്കുന്ന അനുഭവം വരാം. പക്ഷെ അത് വിജയത്തിലേക്ക് നടത്തും. ഹാബേൽ ഉത്തമമായ യാഗം കഴിച്ചു, രക്തബന്ധം തന്നെ എതിർക്കുകയാണ്, പക്ഷെ അവനെ നിഷേധിച്ചു. രക്തം ചൊരിഞ്ഞു, പക്ഷെ അവൻ ഇന്നും വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹാനോക്ക്, അവൻ്റെ കാലത്ത് അഭക്തരുണ്ടായിരുന്നു, അവൻ ആ അഭക്തിയെ ജയിച്ചു. നോവ ലോകത്തെ ജയിച്ചു എന്ന് പറഞ്ഞാൽ സെൽഫിനെ ജയിച്ച ഒരുത്തൻ, പാപത്തെ ജയിച്ചു മറ്റൊരാൾ, ലോകത്തെ ജയിച്ച ഒരാൾ. രക്തബന്ധത്തെ ജയിച്ചവൻ, സെൽഫിനെ ജയിച്ചവൻ, അവൻ്റെ രക്തം ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അഭക്തിയെ ജയിച്ച ഒരുത്തൻ, അവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനായി മരണം കാണാതെ എടുക്കപ്പെട്ടു. ലോകത്തെ ജയിച്ചവൻ ഭൂമിക്ക് അവകാശിയായി. വിശ്വാസിയെ, ജയം നിങ്ങൾക്കുള്ളതാണ്.